ഹേക്കാങ്ങും ടീമും റെഡിയായി നിൽക്കുകയാണ്. ഹേക്കാങ്ങിന്റെ പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ബാങ്കിൽ പോവുക. അവിടെ നിന്നും കിട്ടുന്ന പണമെല്ലാം തന്നെ എടുത്തിട്ട് അതിൽ നിന്നും 10 ബില്യൺ എടുത്തിട്ട് സണ്ണിന് കൊടുക്കുക. അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും സണ്ണും പാർക്കിനെ വിട്ടയക്കുന്നതായിരിക്കുമല്ലോ. എന്തു തന്നെ ആയിട്ടുണ്ടെങ്കിലും സണ്ണിന് പണം കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഈ നാട് വിടുക. പിന്നീട് ഒരു ഐലൻഡിൽ പോയിട്ട് നമുക്ക് കുറച്ചു കാലം താമസിക്കാം. പാർക്കിനെ കൂടി കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും കൂടി രാജ്യം തന്നെ വിടാമെന്ന് ഹേക്കാങ്ങും ടീമിന്റെ അടുത്തായിട്ട് പറയുന്നു. ആദ്യത്തെ ബാങ്കിലെത്തിയ ഹേക്കാങ് തന്റെ കയ്യിലുണ്ടായിരുന്ന പാസ്ബുക്ക് ഒക്കെ കൊടുത്തതിന് ശേഷം ഈ ഒരു അക്കൗണ്ടിൽ എത്രത്തോളം പണമുണ്ടോ ആ ഒരു തുകയെല്ലാം തന്നെ തനിക്ക് വേണമെന്ന് പറഞ്ഞ് ബാഗുമായിട്ട് റെഡിയായി നിൽക്കുന്നു. പക്ഷെ ആ ബാങ്കിൽ നിന്ന് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമായിരുന്നു അവന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് കണ്ട് സംശയം തോന്നിയ അവനാകട്ടെ അടുത്തടുത്ത ബാങ്കുകളിലെല്ലാം തന്നെ പോയി നോക്കുന്നു. അവിടെ നിന്നെല്ലാം തന്നെ ഇതുപോലെ ചില്ലറ സഹിതമുള്ള ചെറിയൊരു തുക മാത്രമായിരുന്നു ലഭിച്ചത്. 17 ബില്യൺ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഹേഗാങ് കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ പണത്തിന്റെ കാര്യം വന്നപ്പോഴത്തേക്കും വളരെ ചെറിയൊരു തുക മാത്രം ലഭിച്ചതുകൊണ്ട് ഈ ഒരു പണം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് ആ പണം അവിടെ തന്നെ വലിച്ചെറിയുന്നു. ലിസാർഡ് പറഞ്ഞിട്ടായിരുന്നല്ലോ ഇത്രയും വലിയൊരു കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പണം ഇടേണ്ട ബാഗില് ഇപ്പോൾ ലിസാർഡിനെയും ഇട്ട് ആകെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ഹേക്കാങ്. ഇത്രയും കാലം നീ അല്ലായിരുന്നല്ലോ പ്രസിഡന്റ്. സോ നിനക്ക് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റും മാനേജറും ചേർന്നിട്ടായിരിക്കും പണമൊക്കെ തട്ടിയെടുത്തിട്ടുണ്ടാവുക എന്ന് ലിസാർഡും അവന് പറഞ്ഞു കൊടുക്കുന്നു. അതേസമയം പഠിത്തത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ സാധിക്കാതെ ഹേക്കാങ്ങിനെയും ഫാമിലിനെയും ഓർത്തുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് തന്നെ ആയിരുന്നു ഹേക്കാങ്ങും അവളുടെ ബാഗ് തിരിച്ചു കൊടുക്കുവാനായിട്ട് വീടിന് മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് അവളെ ജോലിയിൽ നിന്നും പിരിച്ചു വിടുന്നതെന്നൊരു കാരണം പോലും പറയാതെ ആയിരുന്നല്ലോ അവളെ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ആകെ ദേഷ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും അവളുടെ അടുത്തായിട്ട് അവനും സോറി പറഞ്ഞിട്ട് കുറച്ചു നാളും കൂടി നീ എന്റെ വൈഫായിട്ട് തന്നെ തുടരാമോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് അവളും ഹാപ്പിയാകുന്നു. എവിടെയാണ് പണമൊക്കെ പോയതെന്ന് അറിയുവാനായിട്ട് ഹൈക്കാങ്ങും ഇപ്പോൾ മാനേജറിനെ ചെന്ന് കാണുന്നു. അങ്ങനെയിരിക്കെ ഈ അടുത്തെങ്ങാനും ആ പണമൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എലിവേറ്ററിന് ഈ അടുത്തായിട്ട് കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ അവര് ഫ്രീ ആയിട്ടായിരുന്നു എലിവേറ്റർ ഒക്കെ റിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് പണമൊന്നും തന്നെ കൊടുക്കേണ്ട വന്നിട്ടില്ലായിരുന്നു എന്നും റിസർവ് ഫണ്ടിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തുന്നത് ഹാച്ചിങ് ആണെന്നും പറയുകയാണ്. ഈ ഹാച്ചിങ് ഹാരിയുടെ സിസ്റ്റർ ആണെന്നുള്ള കാര്യം ഇവർക്ക് രണ്ടുപേർക്കും അറിയുകയില്ല. എന്തായാലും അവളൊരു വെക്കേഷന് പോയതാണെന്നും വെക്കേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവളുമായിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞോ എന്നും മാനേജറും പറയുന്നു. ലിസാർഡ് വീണ്ടും ഗാബ്ലിംഗ് ഒക്കെ ചെയ്യുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാരും അവരോട് ഒരുപാട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നു. ഇനിയെങ്ങാനും നീ ഗാംബ്ലിംഗ് ചെയ്യുവാനായിട്ട് പോയെന്ന് ഞാൻ അറിയുകയാണെങ്കിൽ അനാവശ്യമായിട്ട് പണമൊക്കെ നഷ്ടപ്പെടുത്തുവാനായിട്ട് നീ ശ്രമിച്ചത് കൊണ്ട് തന്നെ നിന്റെ കൈയൊക്കെ ഞാൻ വെട്ടിക്കളയുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് അവരും ദേഷ്യപ്പെട്ടു പോകുന്ന കാഴ്ച ചിന്നും കാണുന്നു. ആരെങ്കിലും സ്വന്തം അച്ഛന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്ന് അവൾക്കും സംശയം തോന്നുന്നു. ബുക്കിന്റെ ക്ലാസ്സിലുണ്ടായിരുന്ന പെൺകുട്ടി അവന് സ്വീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അവന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുമ്പോഴത്തേക്കും അവനാകട്ടെ എനിക്ക് നിന്നെക്കാളും ഇഷ്ടം എന്റെ ഹാരിയമ്മേനെയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രപ്പോസൽ ഒക്കെ റിജക്ട് ചെയ്യുന്നു. മാത്രല്ല അവൻ തിരിച്ച് ഹാരിയുടെ കൂടെ വരുന്ന സമയത്ത് ഈ ഒരു കാര്യം ഹാരിയോട് പറയുന്നുമുണ്ട്. ഹാരിയാണ് ഏറ്റവും സുന്ദരി എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെയിരിക്കെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ അമ്മ എന്ന് നീ വിളിച്ചാൽ മതി, നമ്മൾ തന്നെയുള്ള സമയത്ത് എന്നെ ഹാരി എന്ന് വിളിച്ചാൽ മതി എന്ന് അവൾ പറയുന്നത് ജിന്നും കേൾക്കുന്നു. ഏതെങ്കിലും അമ്മമാര് സ്വന്തം മകന്റെ അടുത്ത് ഇതുപോലെ തന്നെ പേര് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുമോ? മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ എന്ന് അവളും സംശയിക്കുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു ഹാരി തന്റെ ചേച്ചീനെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. ചേച്ചി ഫ്രാൻസിൽ നിന്നും തിരിച്ചെത്തിയതായിരുന്നു. കൂടാതെ മറ്റൊരാളെ കണ്ടതുകൊണ്ട് തന്നെ ബുക്കും അമ്മ എന്ന രീതിക്കാണ് ഹാരിനെ വിളിക്കുന്നത്. അത് കേട്ട് മൊത്തത്തിൽ ചേച്ചി ഞെട്ടുന്നു. ആരോ മനഃപൂർവ്വമായിട്ട് പുരാവസ്തുക്കളൊക്കെ കുഴിച്ചിട്ടതാണെന്നുള്ള കാര്യം നേരത്തെ തന്നെ ലീക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ആ വഴിക്ക് ആരുടെയൊക്കെ വണ്ടികൾ പാസ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുവാനായിട്ട് ലീയും സെക്രട്ടറിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലീയുടെ സെക്രട്ടറിയും ഒരു വണ്ടിയാണ് അതിലെ കടന്നു പോയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞ് അതിന്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുമ്പോഴത്തേക്കുമാണ് അതിലുണ്ടായിരുന്നത് ഹേക്കാങ്ങും ടീമും ആണെന്നുള്ള കാര്യം ലിയോ മനസ്സിലാക്കുന്നത്. സോ അവൻ പ്രസിഡന്റ് ആകുവാനായിട്ട് ഇതുപോലെ മനഃപൂർവ്വമായിട്ട് അവിടെ പുരാവസ്തുക്കളൊക്കെ കുഴിച്ചിടുകയാണ് ചെയ്തത്. ഒരിക്കലും ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ് ഇത്. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിനു പിന്നിൽ മറ്റെന്തോ ഉദ്ദേശമുണ്ട്. നമ്മളത് കണ്ടെത്തിയേ മതിയാകൂ എന്ന് ലിയും പറയുന്നു. ഹാരിയും ഇപ്പോൾ ഹേക്കാങ്ങിന്റെ അടുത്തായിട്ട് കഴിഞ്ഞിടയ്ക്ക് നീ എന്നെ പിരിച്ചുവിട്ടതല്ലേ, പിന്നീട് നീ എന്നെ വീണ്ടും സെലക്ട് ചെയ്തു, എന്ത് തന്നെ ആയാലും ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തി പോവുകയാണ്. നീ പ്രസിഡന്റ് വരെ ആയതല്ലേ, ഇനി എനിക്കിത് തുടർന്നു പോകുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള ഫാമിലി കളിക്കുവാൻ ഞാൻ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഹാരി സംസാരിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് ജിന്നും വരുന്നു. മൊത്തത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നിയതായിരുന്നു. അപ്പോൾ നിങ്ങൾ യഥാർത്ഥ ഫാമിലി അല്ല എന്നൊരു ചോദ്യം ജിന്നും അവരോട് ചോദിക്കുകയാണ്.
അവര് പല രീതിക്ക് സംസാരിച്ച് ജിന്നിനെ കൺവിൻസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ജിൻ അതിലൊന്നും തന്നെ വീഴുന്ന കൂട്ടത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ഫാമിലി ആണെന്ന് ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ പറയുന്നതായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങളെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും തന്നെ ഇല്ലാതാക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ജിൻ നേരെ വീട്ടിലേക്ക് മടങ്ങുന്നു. അതേസമയം ഹേഗാങ്ങും ടീമിന്റെ അടുത്ത് ഇതുപോലെ ജിൻ കമ്മ്യൂണിറ്റിയിലൊക്കെ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുകയാണ്. ജിൻ വീട്ടിലെത്തിയിട്ട് കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇടുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്റർനെറ്റ് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ശരിക്കും ഗില്ല് ആ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ തന്നെ ജാം ആക്കി വെച്ചിരിക്കുകയായിരുന്നു. എത്രയും വേഗം എല്ലാവരെയും ഇത് അറിയിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ എലിവേറ്ററിന്റെ അടുത്തായിട്ട് പോയി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ജിന്നിന് എലിവേറ്ററിൽ കയറുവാൻ സാധിക്കാത്ത രീതിക്ക് അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നാബും. എന്നാൽ പിന്നെ സ്റ്റെപ്പ് വഴി തന്നെ പോയേക്കാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റെപ്പ് വഴി ഉണ്ടായിരുന്ന ഡോർ തുറക്കുവാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ബിഗ് ബ്രദർ അതും ബ്ലോക്ക് ചെയ്യുന്നു. സോ മൊത്തത്തിൽ ജിന്നിന് ഒരു രീതിക്കും അനങ്ങുവാൻ പോലും സാധിക്കാത്ത രീതിക്ക് എല്ലാവരും ചേർന്ന് അവളെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയും ഈ ജോലിയിൽ തുടർന്നു പോകുവാനായിട്ട് തനിക്ക് താല്പര്യമില്ല എന്ന കാര്യം മാനേജറിന്റെ അടുത്ത് ഹരിയുടെ ചേച്ചിയും പറയുന്നു. മാനേജറും അവളോട് പോകണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ സിഒ ആയിരുന്നു എന്നെ തടഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ തിരിച്ചെത്തിയ സമയത്താണ് സിഒ പ്രസിഡന്റ് സ്ഥാനമൊക്കെ ഒഴിഞ്ഞു പോയെന്നും മറ്റൊരാൾ വന്നു എന്നുമുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. സിയോനെ പേടിച്ച് ഞാൻ ഇനി ഒരിക്കലും ഇവിടെ നിൽക്കുകയില്ല എന്നും എത്രയും വേഗം രാജിവെച്ചൊക്കെ പോകുന്നതായിരിക്കുമെന്നും അവളും പറയുന്നു. ഹാരിയും ഇപ്പോൾ ചേച്ചിയുടെ അടുത്ത് സത്യങ്ങളൊന്നും തന്നെ അല്ല പറയുന്നത്. മറിച്ച് തന്റെ ഒരു ക്ലയന്റിന്റെ കുട്ടീനെ നോക്കുവാനായിട്ട് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അങ്ങനെയിരിക്കെ ആ കുട്ടിയുടെ അമ്മേനേക്കാളും ഇഷ്ടം തന്നെ ആയതുകൊണ്ടാണ് തന്നെ അമ്മ എന്ന് വിളിക്കുന്നതെന്നുമാണ്. എന്തുതന്നെ ആയാലും ചേച്ചി ഒരിക്കലും ഇതുപോലത്തെ ജോലിയൊന്നും ചെയ്യുവാനായിട്ടല്ല അവളെ ലോയറായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഒരിക്കലും താൻ ഇതുപോലെ ചെയ്യുകയില്ല എന്നും അത്യാവശ്യം വന്നൊരു സമയത്ത് മാത്രം ക്ലയന്റിനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് പോയതാണെന്നും അവളും പറയുന്നു. ജിൻ സ്ഥിരമായിട്ട് ജോഗിങ്ങിന് പോകുന്ന സമയം നോക്കിയിട്ട് തങ്ങളുടെ ഫേക്ക് ആയിട്ടുള്ള ലവ് സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ട് അവളെ വിശ്വസിപ്പിക്കാമെന്ന് കരുതിയിട്ടായിരുന്നു ഹേക്കങ്ങും ഹാരിയും ഇരുന്നത്. പക്ഷേ ഇതുപോലെ ജിന്നിന്റെ അടുത്തേക്ക് അവർ പോകുന്നുണ്ടെങ്കിൽ പോലും ശരിക്കുമുള്ള കപ്പിൾസ് ഇങ്ങനെയൊന്നും അല്ല പെരുമാറുക എന്ന് പറഞ്ഞിട്ട് ജിന്നും അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണെന്ന് പറയുന്നു. മാത്രമല്ല അവരുടെ ലവ് സ്റ്റോറി കേൾക്കുവാനായിട്ട് പോലും അവൾ കൂട്ടാക്കുന്നില്ല. ഹേഗാങ് അടുത്തതായിട്ട് ജിന്നിനോട് പറയേണ്ട ഒരു സ്റ്റോറി തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇതെല്ലാം തന്നെ അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹാരി ആയിരുന്നു. സോ ആ ഒരു സ്റ്റോറി ഇപ്പോൾ അവൻ ജിന്നിനോടും പറയുന്നു. എനിക്ക് എന്റെ വൈഫിനെ ഒരുപാട് ഇഷ്ടമാണ്. കൂടാതെ എനിക്കൊരു കുട്ടിയും ഉണ്ടായി. പിന്നെ ഞങ്ങളുടെ അച്ഛനാകട്ടെ പല പല ഇടത്ത് പോയിട്ട് ഗാംബ്ലിംഗ് ഒക്കെ ചെയ്തിട്ട് പല പല റിലേഷൻഷിപ്പും കണ്ടിന്യൂ ചെയ്തു പോന്നു. അങ്ങനെയാണ് എനിക്ക് ബാക്കിയുള്ള 3 ബ്രദേഴ്സ് ഉണ്ടായത്. ഞങ്ങളുടെ എല്ലാവരുടെയും അച്ഛന്മാര് സെയിം ആണെങ്കിലും അമ്മമാര് ഡിഫറെന്റ് ആണ്. അങ്ങനെ ഇരിക്കെ ഈ ഒരു സ്റ്റോറിയൊക്കെ ഹേക്കാങ് ജിന്നോട് പറയുന്നുണ്ടെങ്കിലും അവൾക്ക് വിശ്വസിക്കുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. സോ അവനും ഇത്രയും നാളായിട്ട് ജിൻ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരുന്ന മെയിന്റനൻസ് ഫണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നു. ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മെയിന്റനൻസ് ഫണ്ടില് കുറച്ചൊക്കെ തട്ടിപ്പുകളും മറ്റും നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ഞാനും അതിനെക്കുറിച്ച് അറിയുവാനായിട്ടാണ് പ്രസിഡന്റ് ആയതെന്നും തനിക്ക് ഒരാഴ്ച സമയമൊക്കെ തരികയാണെങ്കിൽ താനത് തെളിയിച്ചു കാണിക്കുന്നതായിരിക്കുമെന്നും അവനും പറയുന്നു. അത് കേട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ജിന്നും അവന് ഒരാഴ്ച സമയം കൊടുക്കുന്നു.